ഇപ്പം ഗദരദേശത്ത് യേശുക്രിസ്തുവിനെ വിളിച്ചിട്ടല്ല പോകുന്നത്. ഒരു ബോധം ഇല്ലാതിരിക്കുന്നവന് വിളിക്കാനൊന്നും പറ്റത്തില്ല. അവൻ കല്ലറയ്ക്കകത്താണ് താമസിക്കുന്നത്. കാരണം ഒരു കല്ലറയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവസാനിക്കുന്നത്, ഫിനിഷിംഗ് ആണ്, കംപ്ലീറ്റ്. അതോടുകൂടി പരിപാടി തീരാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്നവൻ ഒരു ക്ഷണക്കത്ത് പോലും കൊടുക്കാതെ യേശുക്രിസ്തു അവിടെ വരാൻ കാരണം ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അവൻ മരിക്കേണ്ടവനല്ല, അവൻ എന്നേക്കും ജീവിച്ചിരുന്ന കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവനാണ്. അവനെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ എന്നേക്കുമായി തകർക്കാൻ യേശു വരുന്ന വരവിൽ ഈ വലിയ കാറ്റും കോളും വെള്ളം എല്ലാം കോപിക്കുക. ആ കോപം കണ്ടുകൊണ്ട് യേശു ഒറ്റ ശാസന, ഈ ശാസനയിൽ തന്നെ കാറ്റും കടലും അടങ്ങിയതുപോലെ കർത്താവ് അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഇവൻ സുബോധമുള്ളവനായി ഇവിടെ നിൽക്കുകയാണ്. നിങ്ങളുടെ ആയുസ്സിന് വിരോധമായി നിന്നെ മരിച്ച് മരവിപ്പിച്ച് നിന്നെ കൊന്ന് മുടിച്ച് നിന്നെ മധ്യഭാഗത്ത് വെച്ച് നിന്നെ തകർത്ത് നിന്നെ ശവക്കുഴിക്കകത്താക്കി കളയാം, ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു. നിന്റെ ദീർഘായുസുള്ളവനായി ആരുടെയൊക്കെ പ്രാർത്ഥന, അഭിഷിക്തന്മാരുടെ കൈവപ്പുകൾ ദൈവദാസന്മാർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. നിന്റെ ജീവിതത്തിനകത്തും ഒരായുസ്സിനെ നീട്ടിത്തന്ന് എന്റെ ദൈവം നിനക്കൊരു ഭാഗ്യം തന്നിരിക്കുന്നു.